എന്താണ് CTC അല്ലെങ്കിൽ എന്താണ് കോസ്റ്റ് ടു കമ്പനി? കോസ്റ്റ് ടു കമ്പനി എന്ന് പറയുന്നത് പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു കമ്പനി നിങ്ങളുടെ മേൽ എത്ര രൂപ ചെലവാക്കുന്നു എന്നുള്ളതിന്റെ കണക്കിനെയാണ് കോസ്റ്റ് ടു കമ്പനി എന്ന് പറയുന്നത്. പലരും കാണിക്കുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ ഒരു 12 ലക്ഷം രൂപ CTC ആയിട്ട് ആരെങ്കിലും കണക്ക് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓഫർ ലെറ്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമീഡിയറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 12/12. ആഹാ, എന്ത് രസം, 1 ലക്ഷം രൂപ മാസ ശമ്പളം എന്നുള്ളതാണ് കണക്ക്. എന്നാൽ അവിടെയാണ് ഏറ്റവും വലിയ തെറ്റ്. ഇത് ഈസിലി കണക്കാക്കാനായിട്ടുള്ള ഒരു പ്രത്യേക മാർഗം എന്ന് പറയുന്നത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്രയാണോ CTC അതിൻ്റെ ഒരു 70 അല്ലെങ്കിൽ 65 to 70% ആയിരിക്കും നമ്മുടെ ടേക്ക് ഹോം അല്ലെങ്കിൽ നമുക്ക് കയ്യിൽ കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു റഫ് കാൽക്കുലേഷൻ. ഇത് റഫ് കാൽക്കുലേഷൻ മാത്രമാട്ടോ, ഭയങ്കര ആക്യുറേറ്റ് ആയിട്ടുള്ള കാൽക്കുലേഷൻ ഒന്നുമല്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ഫെയർ കാൽക്കുലേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം ഓരോ CTC കമ്പോണന്റ് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ 12 ലക്ഷം എന്ന് പറയുന്ന CTCക്ക് അകത്ത് വരുന്ന കമ്പോണന്റ് ആണ് നമ്മുടെ ബേസിക് പേ, പിന്നെ HRA, പിന്നെ സ്പെഷ്യൽ അലവൻസ്, ചിലയിടത്ത് DAയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്, ചില കമ്പനികളിൽ മാത്രം. അപ്പോൾ ഈ പറയുന്ന കമ്പോണൻസ് ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഈ കമ്പോണൻസിൻ്റെ അകത്ത് ഉള്ള എമൗണ്ടും പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സാലറിയുടെ അകത്ത് നിന്ന് വരുന്ന കുറച്ച് ഡിഡക്ഷൻസ് ഉണ്ട്. PFന്റെ ഡിഡക്ഷൻ ഉണ്ട്, ഇൻകം ടാക്സിന്റെ ഡിഡക്ഷൻ ഉണ്ട്. ഈ വക ഡിഡക്ഷൻസും കൂടെ നമ്മൾ കണക്കിലെടുക്കണം. അപ്പോൾ ഞാൻ ഇനി ഒരു ബ്രേക്കപ്പ് പറഞ്ഞുതരാം. 12 ലക്ഷം രൂപയാണ് നിങ്ങളുടെ സാലറി എങ്കിൽ ആ 12 ലക്ഷത്തിൻ്റെ അകത്ത് എങ്ങനെയായിരിക്കും ബ്രേക്കപ്പ് വരിക?